നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വലിയ ഭാഗമാണ് സിനിമാ സംഗീതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ അമലിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കും? ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, അതുപോലെ വിദ്യാധരൻ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പം ജോൺസൺ മാഷിന്റെ ഒരു പാട്ടായാലോ അടുത്തത്? ജോൺസൺ മാഷിന്റെ കടുത്ത ആരാധകരായിട്ടുള്ള ഒരുപാട് പേര് ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും ഇപ്പോൾ. അപ്പം മാഷിന്റെ ഒരു പാട്ട് അമലിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനാ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ. ബ്യൂട്ടിഫുൾ. ശരിക്കും ജോൺസൺ മാഷിന്റെ ഓർമ്മയുടെ മുമ്പിൽ ഒരു 100,000 പ്രണാമങ്ങൾ. വേറെ ഒന്നും പറയാനില്ല. ആബ്സല്യൂട്ട്ലി ലവ്ലി. കഴിഞ്ഞ വർഷം ഒരു ഭയങ്കര ഒരു സംഭവം അമലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു തീം സോങ് പോലെ അമൽ കമ്പോസ് ചെയ്യുകയുണ്ടായി. അതും 2 ലാംഗ്വേജസിലാണ് ചെയ്തത്. ഒന്ന് ഇംഗ്ലീഷും ഒന്ന് പോർച്ചുഗീസിലുമാണ് ചെയ്തത്. അപ്പം എന്താണ് അതിൻ്റെ ഒരു പിന്നിലുണ്ടായ പ്രചോദനം? അത് എന്താ വെച്ചാൽ ഞാൻ ഓൺലൈൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എല്ലിസ് റോച്ച എന്ന് പറയും, ബ്രസീൽക്കാരിയാണ്. അപ്പോൾ അവരാണ് ഇങ്ങനെ പറഞ്ഞത് ഈ പ്രാവശ്യം ബ്രസീലാണ്, അപ്പോൾ അവർക്ക് കുറച്ച് ബ്രസീലിയൻ മ്യൂസിഷ്യൻസ് ഒരുപാട് അവിടെ ഉണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടും, ഒന്ന് ചെയ്താൽ എന്താന്ന് ചോദിക്കുകയാണ്. ചുമ്മാ ഒരു തമാശക്ക് ചോദിച്ചതാ. അപ്പോൾ ഇങ്ങനെ ഞാൻ വെറുതെ ഒരു ട്യൂൺ ഇങ്ങനെ പപ്പ പപ്പ എന്ന് പാടി ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ അത് കേട്ടിട്ട് എല്ലിസിന്റെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ലുവാന എന്ന് പറഞ്ഞൊരു ബ്രസീലിയൻ, എല്ലിസും ലുവാനയും കൂടി ചേർന്നാണ് എൻ്റെ പോർച്ചുഗീസ് ലിറിക്സ് എഴുതിയത്. അപ്പൊ ശരിക്കും ലോകത്തിന്റെ 2 മൂലകളിൽ നിന്നാണ് ഈ പാട്ട് ഉണ്ടായതല്ലേ? ശരിക്കും അത് ഓൺലൈൻ വഴി ചെയ്തതാണ്. ഇൻസ്ട്രുമെന്റേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത്, എന്നാലും ഒരു ബ്രസീലിയൻ ഒരു നീൽ എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതിനുവേണ്ടി ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. അത് 2 തലത്തിൽ നിന്നിട്ട് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ്. അത് ശരി. ഓ അമേസിങ്. എന്നിട്ട് ആ ഒരു കൊളാബറേഷൻ വളരെ ആ സമയത്ത് ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. ഒരുപാട് മാധ്യമങ്ങളൊക്കെ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഡ്യുവറ്റിൽ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു പോർച്ചുഗീസ് സോങ് ഒന്നും ആരും എന്തായാലും ഡ്യുവറ്റിൽ ഇനി പാടാനും പോകണില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അമലിൻ്റെ സ്വന്തം കോമ്പോസിഷൻ ആയിട്ടുള്ള ഈ പാട്ട്, ഫിഫയുടെ തീം സോങ് ആയിട്ട് ചെയ്ത പാട്ട്, കെൻ യു ഡു ദാറ്റ് ഫോർ us today please? Sure. Uma só nasceu, uma só voz, unindo o mundo numa só paixão. Chegou a emoção que
swing e drible e toda a vibração. Go, a magia vai acontecer. Go, arquibancada vai tremer. Go, a magia vai acontecer. Go, arquibancada vai tremer. No país todas as raças demonstrar o seu valor. Todos nascemos pra vencer. Com coragem, força e graça, todos juntos pela taça. Vale ganhar ou perder. Essa é a missão, é por alegria que faz a galera levantar. Sensação que culpa do mundo traz, faz cada um ser mais que simples campeão. Go, a magia vai acontecer. Go, arquibancada vai tremer. Go, a magia vai acontecer. Go, arquibancada vai tremer. അടിപൊളിയുണ്ട് അമൽ. ശരിക്കും ഒരു ഫുട്ബോൾ ടീം സോങ്ങിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട് ശരിക്കും. rhythm വേണം, rhythm ഉണ്ടെങ്കിൽ ഒരു അതെ ഡെഫിനറ്റ്ലി